യു.എസിൻ്റെ പുതിയ മിസൈൽ പരീക്ഷണമാണ് ചർച്ചയാകുന്നത്. പശ്ചിമേഷ്യൻ ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ ഈ മിസൈൽ പരീക്ഷണം ഏറെ ആശങ്കയും ഉയർത്തുന്നുണ്ട്. ഡൂംസ്ഡേ മിസൈൽ അഥവാ ലോകാവസാന മിസൈലാണ് യു.എസ് വിജയകരമായി പരീക്ഷിച്ചത്. മിനിറ്റ്സ്മാൻ 3 എന്നാണ് ഇതിൻ്റെ ഔദ്യോഗിക പേര്. കാലിഫോർണിയയിലെ വാൻഡൻബർഗ് സ്പേസ് ഫോഴ്സ് ബേസിൽ നിന്നാണ് ഈ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ തൊടുത്തുവിട്ടത്. ചൊവ്വാഴ്ചയായിരുന്നു പരീക്ഷണം. യു.എസിൻ്റെ എയർഫോഴ്സ് ഗ്ലോബൽ സ്ട്രൈക്ക് കമാൻഡ്സ് ആണ് പരീക്ഷണ വിവരം അറിയിച്ചത്. പസഫിക് സമുദ്രത്തിലെ മാർഷൽ ദ്വീപുകൾക്ക് സമീപമുള്ള ലക്ഷ്യസ്ഥാനത്ത് മിസൈൽ കൃത്യമായി പതിച്ചു. മണിക്കൂറിൽ ഏകദേശം 24,140 കിലോമീറ്ററാണ് മിസൈലിൻ്റെ വേഗത. 9,660 കിലോമീറ്റർ അകലെയുള്ള ലക്ഷ്യങ്ങളെ മിനിറ്റുകൾക്കുള്ളിൽ തകർക്കാൻ മിസൈലിന് കഴിയും. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ജപ്പാനിലെ ഹിരോഷിമയിൽ യു.എസ് പ്രയോഗിച്ച കുപ്രസിദ്ധമായ ആറ്റം ബോംബിനേക്കാൾ 20 മടങ്ങ് പ്രഹരശേഷിയുള്ള ആണവ പോർമുഖങ്ങളെ വഹിക്കാനുള്ള ശേഷി ഈ മിസൈലിനുണ്ട്. വിക്ഷേപിച്ച് മിനിറ്റുകൾക്കുള്ളിൽ ലോകത്ത് എവിടെയുമുള്ള ലക്ഷ്യസ്ഥാനങ്ങളിലും എത്താനുള്ള ശേഷി ഇതിനുണ്ട്. യു.എസിൻ്റെ ഏറ്റവും വിനാശകാരിയായ ആയുധമാണ് മിനിറ്റ്സ്മാൻ 3 എന്നാണ് വിലയിരുത്തൽ. ഖര ഇന്ധനമാണ് മിനിറ്റ്സ്മാൻ്റെ മറ്റൊരു കരുത്ത്. ഭൂഗർഭ കേന്ദ്രത്തിൽ നിന്ന് വിക്ഷേപിക്കപ്പെട്ടാൽ മിനിറ്റുകൾക്കുള്ളിൽ ലക്ഷ്യത്തിലെത്താനുള്ള കഴിവും മിനിറ്റ്സ്മാൻ്റെ കരുത്തു കൂട്ടുന്നു. ഹൈപ്പർസോണിക് വേഗതയിൽ ആയിരക്കണക്കിന് മൈലുകൾ താണ്ടാനും ഭൂമിയിൽ എവിടെയും എത്താനും ഈ മിസൈലിന് കഴിയും. ഒറ്റക്കുതിപ്പിൽ തന്നെ ഒന്നിലേറെ ലക്ഷ്യങ്ങൾ ഭേദിക്കാനും മിസൈലിന് സാധിക്കുമെന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. അതിനിടെ പശ്ചിമേഷ്യയിൽ സംഘർഷം ശക്തമായി തുടരുന്നു. ഇറാൻ ബഹ്റൈനിൽ ശക്തമായ ആക്രമണം നടത്തി. ഇറാൻ്റെ പ്രത്യാക്രമണ ശേഷി കുറഞ്ഞുവെന്ന യു.എസിൻ്റെ വാദത്തിനിടെയാണ് ആക്രമണമുണ്ടായത്. മനാമയിലൊരു ഹോട്ടലിലും 2 അപ്പാർട്ട്മെൻറ്റുകളിലും ആക്രമണമുണ്ടായി. സംഭവത്തിൽ ആളപായം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കുവൈറ്റിലും ഇറാൻ ആക്രമണം നടത്തിയെന്നാണ് റിപ്പോർട്ടുകൾ. പ്രിൻസ് സുൽത്താൻ എയർബേസിന് നേരെ ഉണ്ടായ മിസൈൽ ആക്രമണം സൗദി തടയുകയും ചെയ്തു. ഇറാനെതിരെ ഇറാഖിലെ കുർദിഷ് മേഖല വഴി കരയുദ്ധത്തിന് തയ്യാറെടുക്കുകയാണ് യു.എസ് എന്ന വിവരവും പുറത്തു വരുന്നു. അങ്ങനെ കരയുദ്ധം നടത്തിയാൽ നേരിടുമെന്ന് ഇറാനും തിരിച്ചടിച്ചിട്ടുണ്ട്. ഗൾഫ് മേഖലയിലും ഇസ്രായേലിലും ഇറാൻ ഡ്രോൺ മിസൈൽ ആക്രമണം തുടരുകയാണ്. അതിനിടെ ഇസ്രായേൽ യു.എസ് സംയുക്താക്രമണത്തിൽ ഇറാനിൽ മരണസംഖ്യ ഉയരുന്നു. ഇതുവരെ രാജ്യത്ത് 1,230 പേരാണ് കൊല്ലപ്പെട്ടത്. പശ്ചിമേഷ്യയിൽ 7ാം ദിവസമാണ് സംഘർഷം തുടരുന്നത്. ഇരു രാജ്യങ്ങളും പ്രത്യാക്രമണങ്ങളുമായി മുന്നോട്ടു പോകുന്നു. ഇറാനെതിരെ ശക്തമായ ആക്രമണം തുടരുമെന്നാണ് യു.എസും ഇസ്രായേലും വ്യക്തമാക്കുന്നത്.